എണീക്കാൻ ഞാൻ എണീറ്റ് പിന്നെ അവിടെ കടവും തല നല്ലൊരു വെയിറ്റ് പോലെ ഫാനിൻ്റെ ചോട്ടൊക്കെ കിടന്നു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ആയിട്ടൊരു തലവേദനയാവും. പക്ഷെ ഇതിന് വരല് തുടങ്ങിയോട് കൂടി എനിക്കിപ്പോൾ ഇന്ന് വരെ ഇപ്പോൾ ആ തലവേദന ഉണ്ടായിട്ടില്ല. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റഡി ഉണ്ട്. ഡെയിലി ലൈഫിൽ എക്സസൈസിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നതിനെ കുറിച്ചാണ് അത് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഓരോ മണിക്കൂറിലും സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ചെറുതായിട്ടെങ്കിലും എക്സസൈസ് ചെയ്യാൻ തയ്യാറായാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തോടൊപ്പം തന്നെ ഓരോ 3 മണിക്കൂർ ആയുസ്സും കൂട്ടിത്തരുന്നു എന്നതാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഈ സ്റ്റഡി പറയുന്നത്. എന്റെ പേര് പാത്തുണ്ടി. ഞാൻ ഒരു അംഗൻവാടി വർക്കറും കൂടിയാണ്. എനിക്ക് കിട്ടിയ മെക്സവൻ വന്നത് കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ എനിക്ക് രാത്രി മെയിനായിട്ട് രാത്രി കിടന്നു കഴിഞ്ഞാൽ കാല് നമ്മൾ പിന്നെ നീട്ടി വെച്ച് കഴിഞ്ഞാൽ കാല് ചുരുക്കാൻ പറ്റിയിരുന്നില്ല. മസില് കയറിയിട്ട് എണീറ്റിരുന്ന് നല്ലോണം ഉഴിഞ്ഞിറക്കലാണ്. പക്ഷെ ഇത് തുടങ്ങിയ മുതൽക്ക് എനിക്ക് ആ വേദന പറ്റേ മാറി. എനിക്ക് ആ വേദനയേ ഇല്ല. മസിൽസിന്റെ പെയിനൊക്കെ മാറി. ആ പ്രശ്നമേ എനിക്കിപ്പോ ഇല്ല. അതില്ല. അതുപോലെ തന്നെ രാവിലെ എണീക്കാൻ ഞാൻ എണീറ്റ് പിന്നെ അവിടെ കടവും തല നല്ലൊരു വെയിറ്റ് പോലെ ഫാനിന്റെ ചോട്ടൊക്കെ കിടന്നു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ആയിട്ടൊരു തലവേദനയാവും. പക്ഷെ ഇതിന് വരല് തുടങ്ങിയോട് കൂടി എനിക്കിപ്പോ ഇന്ന് വരെ ഇപ്പൊ ആ തലവേദന ഉണ്ടായിട്ടില്ല. തലവേദന നിങ്ങൾക്ക് മസിൽസിന്റെ പെയിനും ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഉണ്ടായിട്ടില്ല? പിന്നെ മാറി ഫുള്ള് പോയി. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്റെ മുഖത്ത് ചെറിയ ചെറിയ പാടുകൾ ഉണ്ടായിരുന്നു. അത് സ്കിന്നിന്റെ ഡോക്ടറെ കാണിച്ച് കുറെ ക്രീമൊക്കെ ഞാൻ ഉപയോഗിച്ചതാണ്. മാസങ്ങളോളം ഉപയോഗിച്ചു. പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ അവിടെ കിടന്നോട്ടെ, ഇത്രയും വയസ്സായില്ല, ഇനി ഇവിടെ കിടക്കട്ടെ വിചാരിച്ചു. പക്ഷെ ഇതില് വന്നതുകൊണ്ട് അതിനും കുറെ മാറ്റങ്ങൾ. പാടുകളെല്ലാം മുഖത്തുള്ള പാടുകളൊക്കെ ഇവിടെ വന്നിട്ട് എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പോയി മാറ്റങ്ങളുണ്ട്. അതേപോലെ ഷുഗറിനും ഇത്രയും കാര്യങ്ങള് ഉണ്ടല്ലേ. ഞാനിപ്പോ നിൽക്കുന്നത് മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് കടുങ്ങാപുരം ടീമിന്റെ കൂടെയാണ്. എല്ലാ ദിവസവും രാവിലെ 6:30 ഏകദേശം 200ഓളം ആളുകൾ, അതിൽ 100ഓളം സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്, കടുങ്ങാപുരം സ്കൂൾ ഗ്രൗണ്ടില് മെക്സവൻ പരിശീലനത്തിനായി എത്തുന്നുണ്ട്. 25 മിനിറ്റ് പരിശീലനമാണ് ഇവിടെ ചെയ്യുന്നത്. ഈ 25 മിനിറ്റിനുള്ളിൽ 21 എക്സസൈസുകളിലായിട്ട് 1750 കൂടുതൽ ചലനം ശരീരത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ ആണ് ഈ മെക്സവൻ എന്ന് പറയുന്നത്. എന്താ പേര്? നാഫിയ. ഇപ്പാണ് എന്നെ ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ഉപ്പ പറഞ്ഞു വലിയ ആൾക്കാരാണ്, ചെറിയ ആൾക്കാരൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കുറെ മടിച്ചു. ഞാൻ ഒറ്റക്ക് ചെറിയ കുട്ടിയല്ലേ ജസ്റ്റ് ഞാൻ കുറെ വരാനൊക്കെ മടിച്ചു. പിന്നെ ഉപ്പ തന്നെയാണ് ഉന്തിത്തടി മുന്നിൽ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് മാറ്റം ഉണ്ടായതെന്ന് വെച്ചാൽ ഞാൻ മടിയുള്ള ആളാണ്. മടി മാറി കിട്ടി എന്ന് രാവിലെ വരുന്നു ചെയ്യണു. പിന്നെ ഇവിടെ ഒരു ട്രെയിനറായിട്ട് ഇനിയും കൂടി ഓല് മുന്നിൽ കൊണ്ട് വന്നു. ലേഡീസിന്റെ ഭാഗത്ത് ട്രെയിനറാണ് ഞാൻ. എന്താ പഠിക്കണത്? ഞാൻ ഇവിടെ +2 പഠിത്തത്തിന്റെ കാര്യത്തിലായാലും കുറച്ചും കൂടി ഒന്ന് മുന്നിൽ വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പഠനത്തിൽ മെച്ചം വന്ന് അല്ലേ? പേരെങ്ങനെയാ? എൻ്റെ പേര് അനീഷ്. മെക്സവന് ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് വരുന്നുണ്ട് 2 മാസമായിട്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് മാനസികമായിട്ട് നല്ല ഒരു ഉന്മേഷം കിട്ടും, ഹാപ്പിനെസ് കിട്ടും. പിന്നെ ഞാൻ കുറച്ച് ട്രബിളിലൊക്കെ ആയിരുന്നു. മെന്റലി ഫിസിക്കലി ഒക്കെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒന്ന് മെന്റലി നല്ല സാറ്റിസ്ഫാക്ഷൻ. പിന്നെ രണ്ടാമത് ഫിസിക്കലി പറയുകയാണെന്ന് എനിക്ക് ഭയങ്കര വയറൊക്കെ ഉണ്ടായിരുന്നു. ഒരു 5-6 കിലോ കുറയ്ക്കാൻ പറ്റി. ഇപ്പൊ ജലീൽ മാഷൊക്കെ രാവിലെ കാണുമ്പോൾ ചോദിക്കും അനീഷ വയറാണല്ലോ മുമ്പിൽ വരുന്നതെന്ന് ഇപ്പൊ മൂപ്പര് എന്നും പറയും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നീ റിവ്യൂ എന്താ പറയാതിരുന്നത്, നിനക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ. പേര് കുഞ്ഞു മുഹമ്മദ്. അങ്ങനെ ഞാൻ ജീവിതത്തിൽ എക്സസൈസ് ചെയ്യാത്ത ആളാണ്. നടക്കലുണ്ട്. ഇന്ന് രാവിലെ സ്കാരം കഴിഞ്ഞാൽ അങ്ങനെ നടക്കും. എനിക്ക് ആന്റിപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് ഒരു 8-9 മാസമായിട്ടുള്ളൂ കഴിഞ്ഞിട്ട്. അപ്പൊ എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. ഞാൻ അങ്ങനെ ചെയ്തല്ല, നല്ല ചെയ്യണ പറ്റുന്ന ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസം ജമ്പിങ് ജാക്സ് ഒക്കെ ചെയ്തിട്ട് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായി. പക്ഷെ പിന്നെ അതെല്ലാം വല്ലാത്തൊരു ശരീരത്തിന് നല്ല ഉന്മേഷം ഒരു ഇതായി കിട്ടി. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം ലീവ് എടുത്ത് ഊരവേദന ഒന്ന് ഇളകി. പിന്നെ എല്ലാം മാറി. ഡോക്ടർ പറഞ്ഞു കുറേശ്ശെ ചെയ്യുക, അങ്ങനെ സ്റ്റെപ്പായിട്ട് ഘട്ടമായിട്ട് കൊണ്ടുപോയാൽ മതിയാണ്. അപ്പൊ എനിക്ക് എന്താ വെച്ചെങ്കിൽ ബാലൻസിന്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് കൊറോണ കാലത്ത് ഗൾഫിൽ നിന്ന് ഇങ്ങനെ റൂമിൽ തന്നെ ഇരുന്നിട്ട് വിട്ടൊരു ഇതായിരുന്നു അസുഖം. അത് കുറെ ഡോക്ടറെ കണ്ട് മാറ്റണമായില്ല. പക്ഷെ അതിപ്പോ പൂർണ്ണമായിട്ട് മാറി. ബാലൻസിന്റെ പ്രശ്നം മൊത്തമായിട്ട് ക്ലിയർ ആയി. 2 മാസത്തെ 2 മാസം കൊണ്ട് മക്രാമ്പൂർ 5 ദിവസം പോയി ഇവിടെ. പിന്നെ ഒരു പെരടി വേദന ഉണ്ടായിരുന്നു. ഈ ടൈലറിംഗ് ആയിരുന്നു ജോലി. അപ്പൊ ഇങ്ങനെ തല കുനിച്ചിരുന്നിട്ടാണ് അതിന്റെ പ്രയാസം ഉണ്ടായി. അതിപ്പോ കംപ്ലീറ്റ് മാറി. 2 മാസമായിട്ട്. ഓക്കെ, പേര് ഇബ്രാഹിം. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വെച്ചാൽ
പറയാൻ വാക്കുകൾ ഞാൻ പറയില്ലേ ആ അവസ്ഥയാണ്. ഇപ്പൊ തുറന്നു പറയാ ഞാൻ മുട്ടുവേദന പ്രയാസമുള്ള ആളാണ്. മുട്ടുവേദന MRI എടുത്ത് ഇന്ന് ഞാൻ കേരളത്തിൽ നിന്ന് ഒരു അത്യാവശ്യം ഹോമിയോ, ആയുർവേദം, ഇംഗ്ലീഷ് ഇനി അതിൽ കാണിക്കാൻ പറ്റാത്ത ഡോക്ടർമാർസ് ഇല്ല. അത്രയും കാണിച്ചപ്പോൾ അത് MRI ചെയ്തപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. മുട്ടുവേദനയ്ക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ MRI സ്കാനിങ്ങും കാര്യങ്ങളും എക്സ്റേയും അൽഷിഫ, മൗലാന എന്ന് പറഞ്ഞ എല്ലാ ഹോസ്പിറ്റലും കാണിച്ചു. പക്ഷെ എനിക്കതൊന്നും ഒരു രക്ഷയില്ല. ഞാൻ ഒരുപാട് കാണിച്ചത് വർഷങ്ങളായിട്ട് ഒരു 10 വർഷമായിട്ട് അനുഭവിക്കുന്ന ആളാണ്. പക്ഷെ ഇന്ന് എനിക്കത് പ്രത്യേകം എന്താ വെച്ചാൽ ഞാനിപ്പോൾ 2 മാസമായി ഇപ്പം നമ്മള് കടുങ്ങൂരം ഏകദേശം വരാൻ തുടങ്ങിയിട്ട് കണ്ടിന്യൂ ആയിട്ട് വരുന്ന ആളാണ്. പക്ഷെ 1-2 ദിവസം മുടങ്ങിയിട്ടുള്ളൂ. നല്ല മാറ്റം എന്ന് പറയുന്നത് ഞാൻ ഇന്നിപ്പോ യൂറോപ്പിൽ ഇരുന്ന ആള് സാധാ ടോയ്ലറ്റിൽ ഇരിക്കാനും കിട്ടി. വലിയൊരു ഭാഗ്യമാണ്. ഇന്ത്യൻ ക്ലോസറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റി. പിന്നെ നിസ്കരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കിട്ടല്. നിസ്കരിക്കുമ്പോ കാല് ചെയറ് പിന്നെ ഇരിക്കണേ ഇങ്ങനെ കാല് ഇങ്ങനെ പോകും വൈഡായിട്ട്. മുട്ടതിനോട് ഇങ്ങനെ കാല് വെച്ചിരുന്നു. ആൾക്കാരെ നിസ്കരിക്കാൻ മറ്റേ കാലിങ്ങനെ നായ്ക്കള് വന്നിച്ചു വന്നു അങ്ങനെ ചോദിച്ചിരുന്നു. ആ ആളിപ്പോ എനിക്ക് കാല് അത്യാവശ്യം വെക്കാൻ പറ്റി. നല്ല സുഖം എന്ന് വെച്ചാല് ഞാൻ എല്ലാ എക്സസൈസ് ചെയ്യും. പിന്നെ ഭക്ഷണം എന്ന് വെച്ചാൽ ഞാൻ വലിയ കൺട്രോളും ചെയ്യാത്ത ആളാണ്. പക്ഷെ ഞാൻ 3 കിലോ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. 5 കിലോ കുറഞ്ഞിരുന്നു. ഞാൻ പക്ഷെ കൺട്രോൾ ചെയ്യണം. ഇപ്പൊ എന്താ വെച്ചാൽ ഞാൻ അതിന്റെ ഇടയിൽ കൺട്രോൾ ചെയ്യാത്തതുകൊണ്ട് ഞാൻ 2 കിലോ കൺട്രോൾ വന്നിട്ടുണ്ട്. എല്ലാത്തിനും കൺട്രോൾ ടോട്ടലായിട്ട് എന്താ വെച്ചാൽ നമുക്കൊരു എനർജറ്റിക് എന്ന് പറയില്ലേ. ഒരു രാവിലെ ഇത് വന്ന് ഇതിൽ ഒരു ദിവസം വരാത്ത ദിവസമാണെങ്കിൽ നമ്മൾ ആ ദിവസമാണ് പോയി എന്ന് പറയാം. ഒരു എന്താ പറയാ വൈകിട്ട് പിന്നെ ഫുള്ള് ഹാപ്പിയാ. വൈകിട്ട് നമ്മള് വോളിബോൾ കളിക്കണ ആളാ ചെറിയ ചെറിയതായിട്ട്. ആ കളിക്കൊരെ ഇതിന് പോയി കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ആണ്. മറ്റേതാണല്ലേ ഉറക്കം ആരിങ്ങനെ നിൽക്കും രാവിലെ. എന്ന് വെച്ചാല് എല്ലാവരും കൂടി നാട്ടിൽ കൂട്ടായ്മ അതുപോലെ പിന്നെ കുറെ ബന്ധങ്ങൾ ഇതിൽ കിട്ടിട്ടോ. ഒരുപാട് സൗഹൃദങ്ങൾ. നമ്മള് ഇത്രയും നാടിൽ ഈ പഞ്ചായത്തിലെ ആളുകളായിട്ട് കാണാറ് നമ്മള് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. പല ഭാഗത്തുള്ള ആളുകളാണ്. അപ്പൊ അവരോടൊക്കെ റിലേഷൻഷിപ്പ് കിട്ടി. പിന്നെ അതായത് അങ്ങനെ കുറെ ആളുകളായിട്ട് ബന്ധം കിട്ടി. അതൊരു വലിയൊരു കിട്ടൽ തന്നെയാണ്. ഞാൻ 3 മാസം മുമ്പ് മക്കരപ്പറമ്പാണ് പോയത്. മക്കരപ്പറമ്പ് പോകുമ്പോ 105-6 കിലോ ഉണ്ടായിരുന്നു. 6 കിലോ ഉണ്ടായിരുന്നു. 106 കിലോ ഉള്ള ആളാണ്. അപ്പോ അന്ന് ഞാനങ്ങനെ ഇങ്ങനെ അങ്ങാടിക്ക് വരുമ്പോ പറയാം എന്ത് യോഗ ഒന്നും ആയിട്ടില്ലല്ലോ, കുറഞ്ഞിട്ടില്ലല്ലോ. അന്ന് ഞാൻ അവിടുന്ന് ഒരു വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞില്ലോ ഞാൻ മാർച്ച് ആകുമ്പോഴത്തേന് 15 കിലോ കുറയുന്നു. ഇന്ന് ഞാൻ ഇന്നലെ പെരിന്തൽമണ്ണ ഞാൻ പോയി തൂക്കിയപ്പോ 91 കിലോനാണ്. 15 കിലോ കുറഞ്ഞിട്ടുണ്ട്. 3 മാസം കൊണ്ട്. ഇവിടെ യോഗ തുടങ്ങുമ്പോൾ ആളുകൾ കളിയാക്കുന്നു ആദ്യം ജമാല് നേരാവട്ടെ എന്നാണ്. പക്ഷെ ഇപ്പൊ എല്ലാരും എന്നെ നോക്കാണ്. അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഒരുപാട് ആളുകൾ കാരണം നമ്മള് ചെയ്യുമ്പോ കുറയണല്ലോ, നല്ല കുറയുന്നുണ്ട്. പിന്നെ ക്ഷീണം ഇതിലുള്ള ഉറക്കം നോക്കിക്കൊണ്ട് ഇതൊക്കെ മാറി നല്ലൊരു ഊർജ്ജം. പിന്നെ ഇതൊരു വൈബാണ്. എല്ലാവരും രാവിലെ അതാണ് ഏറ്റവും വലിയ ഗുണം, ഒരു ഹാപ്പിനെസ്. അത് വലിയൊരു ഇതാണ്. അപ്പൊ ഇത് കൊണ്ടുവന്ന നമ്മളെ സലാഹ് സാറിന് ഒരു ബിഗ് സല്യൂട്ട്. ഇത് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചെലവാക്കുന്ന ഒരുപാട് പേരുണ്ട്. മാത്രമല്ല ആവശ്യമില്ലാത്ത ഒരുപാട് മരുന്നുകൾ കഴിച്ച് പിന്നീട് പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇവിടെ അതിന്റെ ജമാൽ അതിന്റെ ഒരു നേർസാക്ഷിയാണ്. 3 മാസം കൊണ്ട് തന്നെ 106 ഉള്ളത് 91 കിലോ ആയിട്ട് ഈ എക്സസൈസിലൂടെ, അതും ഹാപ്പിനെസ് തരുന്ന, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ജീവിതത്തിന് ഒരുപാട് ഹാപ്പിനെസ് തരുന്ന എക്സസൈസിലൂടെയാണ്. അപ്പൊ അത് എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മെക്സവൻ എത്രത്തോളം ഒരാളുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പാരാമിലിറ്ററി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ക്യാപ്റ്റൻ സലാഹുദ്ദീൻ ആണ് മെക്സവൻ എന്ന ഒരു പരിശീലന സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തത്.